ചേച്ചി ഇതൊരു ഉത്സവമല്ല, ഒരു തൃശ്ശൂർ പൂരത്തിന്റെ സ്റ്റൈലാണ്. അതായത് ജനുവരി 25 മുതൽ ഫെബ്രുവരി ഫെബ്രുവരി 1 വരെ എന്താണ് ഫ്യൂച്ചർ, എന്തിന് പ്രിപ്പയർ ആവണം, എന്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ കൂടുതൽ ഫണ്ണും എന്റർടൈൻമെന്റും എല്ലാം പ്ലഗ് ചെയ്തിരിക്കുന്ന ഒരു 1 വീക്ക് ഫെസ്റ്റിവലാണ്. 7 days 7 tracks 1 vision future. അതിന്ന് തുടങ്ങാം. സുഖാണോ? അതെ. നമ്മൾ അന്ന് കണ്ടത് സ്റ്റുഡിയോയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോഴാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങളിങ്ങനെ പച്ചപ്പരപ്പുള്ള ഇത്രയും നല്ലൊരു ഗംഭീര സ്ഥലത്ത്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഹൈഡ് പാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹൈഡ് പാർക്ക് UK-യിലുള്ള ഒരു പാർക്കാണ്, ലണ്ടനിലുള്ള ഒരു പാർക്കാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി കോൺവെർസേഷൻസ്, ഡിബേറ്റ്സ്, ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. പിള്ളേരും അങ്ങനെ ഫ്രീ ആയിട്ട് കോൺവെർസേഷൻസും ഡിബേറ്റ്സും അത് ഡയലോഗ്സ് ഒക്കെ നടത്തണം എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഈ പാർക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് എല്ലാവർക്കും ഇരിക്കാനും സംസാരിക്കാനും. അതുപോലെ ട്രീ ഹൗസുകളുണ്ട്, അതുപോലെ ചെറിയ ക്ലാസ് നടക്കും, ചെറിയ ഫോക്കസ് ഗ്രൂപ്പ് ക്ലാസ്സുകളൊക്കെ നടത്താം. 15 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, 15 പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക വൈബ്, കാരണം ഇൻഫോ പാർക്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ആരും എക്സ്പെക്ട് ചെയ്യില്ല. ഇത്രയും പച്ചപ്പുള്ള ഒരുപാട് ബിൽഡിങ്ങിനിടയിൽ ഒരു എന്താ പറയാ ബ്രീസ് എന്നൊക്കെ പറയാം. അതാണ് ഹൈഡ് പാർക്ക് ഇൻ ജെയിൻ യൂണിവേഴ്സിറ്റി. ഞാനിപ്പോ വന്നത്, എനിക്കറിയാം അന്ന് കോളേജിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടേ, പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ഉത്സവം നടക്കാൻ പോവാന്നൊരു പ്രതീതി ഇവിടെ ഉണ്ട്. തൃശ്ശൂർ പൂരം കറക്റ്റ്. അതായത് ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 തീയതി വരെ. അതിന് ഇത് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 7 days 7 tracks 1 vision future. അതിന്ന് തുടങ്ങാം. ടോം, എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. താങ്കൾ ഒരു ഉത്സവം കൊണ്ടാടാനുള്ള പുറപ്പാടില്ലെന്ന് എനിക്കറിയാം. അതിന്റെ പേര് തന്നെ ഫ്യൂച്ചറാണ്, സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു ഭാവിയെ കുറിച്ചുള്ള സംസാരം നമുക്ക് തുടങ്ങാം. അതെ ചേച്ചി, ഇതൊരു ഉത്സവമല്ല, ഒരു തൃശ്ശൂർ പൂരത്തിന്റെ സ്റ്റൈലാണ്. കാരണം നമ്മൾ പാസ്റ്റ് ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, പ്രസന്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു ജനറേഷനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു 10% ആളുടെ കയ്യിലോ 15% ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ സൊസൈറ്റിക്ക് വേണ്ടി മൊത്തം ഉള്ളതാണ്. അല്ലെങ്കിൽ സൊസൈറ്റി എല്ലാ ക്ലാസ്സിലുള്ള ആളുകൾക്ക് എന്താണ് ഫ്യൂച്ചർ, എന്തിന് പ്രിപ്പയർ ആവണം, എന്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ കൂടുതൽ ഫണ്ണും അതുപോലെ തന്നെ എന്റർടൈൻമെന്റും എല്ലാം പ്ലഗ് ചെയ്തിരിക്കുന്ന ഒരു 1 വീക്ക് ഫെസ്റ്റിവലാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. അതായത് ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ഇൻഫോ പാർക്കിൽ, നമ്മുടെ ക്യാമ്പസിൽ. ഇത് ഇൻഫോ പാർക്ക് എക്കോസിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ക്യാമ്പസ് ആണ് ഫെസ്റ്റിവൽ വില്ലേജ്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിന്റെ വെന്യൂകളുണ്ട്, കിൻഫ്ര പാർക്കിലെ വെന്യൂകളുണ്ട്. ഈ കംപ്ലീറ്റ് എക്കോസിസ്റ്റം സെലിബ്രേറ്റ് ചെയ്യാണ്. 7 ദിവസം 7 ട്രാക്ക് 1 വിഷൻ, അതാണ് ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ. അതെ. ഈ 7 ദിവസത്തിന്റെ കാര്യങ്ങളൊന്ന് പറയൂ. ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് എഡ്യൂക്കേഷന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ റീബിൽഡ് ചെയ്യണം, എങ്ങനെ ഫ്യൂച്ചർ ജനറേഷനെ പ്രിപ്പയർ ചെയ്യണം. ഡേ 2 ടെക്നോളജി ഫോർ ഓൾ എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡേ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ 3 എർത്ത് സമ്മിറ്റ് ആണ്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റിനെ കുറിച്ചും ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചും റിന്യൂവബിൾ എനർജിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ മീഡിയ ഇൻഡസ്ട്രി, ഫിലിം, അല്ലെങ്കിൽ ഡിസൈൻ, ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ നമുക്കൊരു അഗ്രികൾച്ചർ, സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ട്രാക്ക് ഉണ്ട്. പിന്നെ നമുക്കൊരു ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ ട്രാക്ക് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഡേ നമ്മളൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്, ഫുഡ്, കൾച്ചർ, ലിറ്ററേച്ചർ. ഈ സിനിമയുടെ അതിൽ ഞാനും വരുന്നില്ല, അതുകൊണ്ട് എനിക്കറിയാം കൂടുതലായിട്ടും സിനിമയെ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഫ്യൂച്ചർ ഓഫ് ഫിലിം എന്ന് പറയുന്നത് നമ്മൾ 7 ദിവസം ഒരു ട്രാക്ക് തന്നെ റൺ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഫ്യൂച്ചർ ഓഫ് ഫിലിമിന്റെ ഒരു സെഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അണ്ടർലൈൻ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ എന്നാണ്. എനിക്കറിയാം നവംബർ 2024 CM വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു നവംബർ 27 CM ഇത് ലോഞ്ച് ചെയ്തത്. ശരിക്കും നമ്മൾ ഈ യൂണിവേഴ്സിറ്റി നമ്മളന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തൊരു കാര്യമുണ്ട്, ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ. കാരണം കേരളത്തിൽ ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒത്തിരി കോളേജുകൾ, യൂണിവേഴ്സിറ്റികളുണ്ട്. ജെയിൻ ഒരു സ്പേസ് ഉണ്ട്, ഒരു പുതിയ യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്പേസ് ഉണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. അപ്പൊ നമ്മളൊരു ചേഞ്ചാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ചേഞ്ച് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയാണ് എന്നുള്ളൊരു ഫോക്കസ് ഏരിയയിലാണ് നമ്മൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഫ്യൂച്ചർ എന്താണെന്നുള്ള എംഫസൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ് നമ്മൾ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞങ്ങൾ ചിന്തിച്ച സമയത്ത് തന്നെ യുണൈറ്റഡ് നേഷൻസ് ഇതേ സിമിലർ ഒരു ഇവന്റ് ന്യൂയോർക്കിൽ നടത്തി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനകത്ത് അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഡെപ്ത് ആയിട്ട് ആലോചിക്കുകയും നമ്മുടെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും എല്ലാം കൂടെ അത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നു. അവർക്കൊരു എക്സ്പീരിയൻസ് ആണ്.
ഒരു നല്ലൊരു ഇവന്റ്, ഇങ്ങനെ ഒരു ഇവന്റ് 200 സ്പീക്കേഴ്സ്, 200-ലധികം സെഷൻസ്, പാനൽ ഡിസ്കഷൻസ്, കീനോട്ട് അഡ്രസ്സുകൾ, വർക്ക്ഷോപ്സുകൾ. അതെ, നിങ്ങൾക്ക് ഒരുവിധം മിക്കവാറും സെൻട്രൽ മിനിസ്റ്റേഴ്സും കേരളത്തിലെ മിനിസ്റ്റേഴ്സും MP-മാരും പിന്നെ ഒരുപാട് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഞാൻ എൻ്റെ ബ്രോഷറിലെ പേര് കണ്ടു. അതിൻ്റെ കൂടെ എൻ്റെ പേര് കണ്ടപ്പോൾ സന്തോഷമായി വെക്കാം. പക്ഷെ ഇവരെ എല്ലാവരെയും കൊണ്ട് നടന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് കുട്ടികൾക്ക് മാത്രമല്ല വേറെ ആർക്കൊക്കെ ഇതിൽ അറ്റൻഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സമ്മിറ്റ് ഞങ്ങളുടെ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രോസസ്സ്. അതായത് ഒരു യൂണിവേഴ്സിറ്റി സോൾവ് ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ പ്രോബ്ലംസ് ആയിരിക്കണം. കാരണം നമ്മളൊരു ചേഞ്ച് ഒരു രാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ ആദ്യം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിനോട് സംസാരിക്കണം എന്നുള്ള ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട പ്രോസസ്സ് തുടങ്ങേണ്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ യൂണിവേഴ്സിറ്റി എപ്പോഴും സൊസൈറ്റിയോട് അറ്റാച്ച്ഡ് ആയിരിക്കണം, സൊസൈറ്റിയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ സമ്മിറ്റ് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾ മുതൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, ഇപ്പോൾ ഇൻഫോപാർക്ക് എക്കോസിസ്റ്റത്തിൽ അറിയാം, ഇവിടെ ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനികൾ വർക്ക് ചെയ്യുന്ന മുതൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പീസ് അല്ലെങ്കിൽ എലമെന്റ് ഈ സമ്മിറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമ്മിറ്റ് ഫോർ ഓൾ അല്ലെങ്കിൽ ടെക്നോളജി ഫോർ ഓൾ, ഫ്യൂച്ചർ ഫോർ ഓൾ എന്ന് പറയുന്നത്. എനിക്കറിയാം ടെക്നോളജി ഫോർ ഓൾ എന്ന് പറയുമ്പോൾ തന്നെ ടെസ്ല നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട്. അതുമാതിരി ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജിസ്റ്റുകളുടെ കോൺവെർസേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എല്ലാവർക്കും ഉള്ളൊരു അണ്ടർലൈൻ തീം ഫ്യൂച്ചർ ആണെങ്കിലും ഓരോരുത്തർക്കുള്ള ടേക്ക് അവേ എന്തായിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ഒരു ഇൻഫോ പാർക്കിൽ ഇക്കോസിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പറഞ്ഞ് ഞാൻ കണ്ടു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഫ്രം ഒരു സദ്യ ടു ബുഫേ എന്നുള്ള കോൺസെപ്റ്റ്. അതിനെ കുറിച്ചൊന്ന് പറയാം. അല്ല, നമ്മുടെ ഈ സെഷൻസ് എല്ലാം അതുപോലെ കെയർഫുള്ളി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ് വരെ വളരെ കെയർഫുള്ളി വളരെ കോൺഷ്യസ് എഫോർട്ടോടെ ക്യൂറേറ്റ് ചെയ്ത സദ്യ ടു ബുഫേ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ഒരു സെഷനാണ്. കാരണം നമ്മൾ കാണുന്ന കോൺഫറൻസുകളിലെല്ലാം 70% ടോപ്പിക്സുകൾ നിങ്ങൾ ഓവർലാപ്പിംഗ് ആയിരിക്കും. അവിടെ കണ്ട ടോപ്പിക് മറ്റിടത്തും കാണുന്നത്. സദ്യ ടു ബുഫേ നമ്മൾ പറയുന്നത് പണ്ട് നമുക്കൊരു സദ്യ കഴിക്കുന്ന ഫീൽ ആയിരുന്നു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോകുമ്പോൾ. കാരണം അവർ വിളമ്പുന്നത് കഴിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ ഒരു കുറച്ചും കൂടെ ഒരു കൺസ്യൂമർ സെൻട്രിക് ആയി. കാരണം സ്റ്റുഡന്റിന് വേണ്ടത് പഠിക്കാൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ അങ്ങനെ ഓരോ സെഷൻസ് ഇപ്പൊ ഞാൻ ഓരോരുത്തരുടെയും ടേക്ക് അവേ എന്ന് പറഞ്ഞ ഒരു അഗ്രികൾച്ചറിസ്റ്റിന് അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്ക് നമ്മൾ മോഡേൺ ഫാമിങ്ങിനെ കുറിച്ച് അതിന്റെ ടെക്നോളജിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഒരു സിനിമ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് നോക്കുന്നവർക്ക് സിനിമയുടെ ബിഗ് ഐഡിയ സ്മോൾ സ്പേസസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ പുതിയ ട്രെൻഡുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഹൗസ് വൈഫിനാണെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കാണെങ്കിൽ സ്മാർട്ട് പേരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കും, ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതുപോലെ ഒരു ഫുഡ് സ്ട്രീറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു പേടിയൊന്നും ഇല്ലാതെ യൂത്തിനെ ആ ടെൻഷൻ ഫ്രീ ആക്കി ഒരു അൺപ്ലഗ് ചെയ്ത് എന്റർടൈൻമെന്റ് സ്പേസിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ അവരെ ഒരു ഫ്രീ ആയിട്ട് ചിന്തിക്കാനും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ കൊടുക്കുക. നമ്മളൊരു ഫുഡ് സ്ട്രീറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. പല രീതിയിലുള്ള ക്യൂസീൻസ്, പല രീതിയിലുള്ള സ്റ്റോൾസ്, കൊറിയൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ നാട്ടിലെ ഫുഡ് സ്റ്റോളുകൾ എല്ലാം നമ്മൾ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇതൊരു 7 ദിവസം ഉണ്ട്. അപ്പൊ രാവിലെ 3 മണി വരെ 4 മണി വരെ ഫുഡ് സ്ട്രീറ്റ് വർക്ക് ചെയ്യും. കാരണം ഇതെല്ലാം നടത്തുന്നത് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് ഫെസ്റ്റിവൽ വില്ലേജ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇൻഫോ പാർക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറെ ഔട്ട്റീച്ച് ആക്ടിവിറ്റികൾ, ഇപ്പൊ ഡാൻസ് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ. കാരണം യൂത്ത് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. കാരണം അവർക്ക് ഒന്ന് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന്റെ അഡിക്ഷൻസ്, അതുകൂടാതെ അനാവശ്യ ടെൻഷൻസ്, നാളെ എന്ത് ചെയ്യണം, ജോലി, പഠിത്തം, പരീക്ഷ, ഇതിനൊക്കെ ഒന്ന് ഫ്രീ ആക്കി അവരെ ഒന്ന് ഒരു എന്താ ഒരു ഫൺ സ്പേസിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആക്കി ചിന്തിക്കാൻ വേണ്ടി ഡാൻസ് കൊച്ചി എന്നൊരു ഇവന്റ് ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും നടത്തി. ഇന്നിപ്പോ ഫോർട്ട് കൊച്ചി നടക്കുകയാണ്, ബാൻഡുകൾ വന്ന് പെർഫോം ചെയ്യുന്നു, കോളേജ് ബാൻഡുകളെ പെർഫോം ചെയ്യുന്നു. ഇന്നിപ്പോ സെന്റ് റിസാസും രാജഗിരിയും പെർഫോം ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം പല ജെയിന്റെ ബാൻഡ് പനമ്പള്ളിയിൽ പെർഫോം ചെയ്തു. അപ്പം അവിടെയുള്ള ആളുകളെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു സംഭവം സിറ്റി നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അതിന്റെ നോയ്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനമ്മയും എന്റെ ഓഡിയൻസ് മിക്കവാറും യൂത്തിന്റെ കൂടെ തന്നെ അവർ അച്ഛനമ്മയും കാണുന്നതാണ്. അപ്പോൾ ഈ അവരുടെ മക്കളെ ഇതിലേക്ക് പറഞ്ഞയക്കാനും അവർക്ക് വരാനായിട്ടും അത് 7 ദിവസത്തേക്ക് എനിക്കറിയാം 599 ആണ്. പക്ഷെ അതിനേക്കാൾ പൈസയേക്കാൾ കൂടുതലായിട്ടുള്ള അതിന്റെ ടേക്ക് അവേ അത് എന്തായിരിക്കും? സ്മാർട്ട് പാരന്റിങ് മാത്രമല്ലാതെ വേറെ എന്തെല്ലാം? നമ്മുടെ 200ഓളം സെഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് സ്പീക്കേഴ്സ് ആണെങ്കിൽ ഇപ്പൊ റിച്ചാർഡ് സ്റ്റോൾമാൻ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ്. റിച്ചാർഡ് സ്റ്റോൾമാന്റെ സെഷനൊക്കെ 2-3 ലക്ഷം ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന സെഷൻസ് ആണ്. അപ്പൊ റിച്ചാർഡ് സ്റ്റോൾമാൻ ആദ്യമായിട്ടൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല. അതെ, അങ്ങനെയുള്ള സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ചേച്ചി പറഞ്ഞ പോലെ മിനിസ്റ്റേഴ്സിനൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ട്. എന്നാലും വളരെ ക്യൂറേറ്റ് ചെയ്ത ടോപ്പിക്കുകളിൽ അവർ സംസാരിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്,
കുറിച്ച്, അല്ലെങ്കിൽ 2030 വിഷനെ കുറിച്ച്, 2047 വിഷനെ കുറിച്ച്, അല്ലെങ്കിൽ യൂത്ത് പൊളിറ്റിക്സിൽ വരണോ, അല്ലെങ്കിൽ കൃഷിനെ കുറിച്ച് സംസാരിക്കുന്നു, ഫുഡിനെ കുറിച്ച് സംസാരിക്കുന്നു, സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മുടെ ലെഗസിനെ കുറിച്ച് സംസാരിക്കുന്നു, ഹെറിറ്റേജിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ മൊബിലിറ്റിനെ കുറിച്ചോ റിന്യൂവബിൾ എനർജിനെ കുറിച്ച്, അങ്ങനെ എല്ലാവർക്കും സെഷൻസിനകത്ത് ഒരു ടേക്ക് അവേ ഉണ്ട്. കാരണം പ്രത്യേക സ്പെസിഫിക് ഔട്ട്കം പ്ലാൻ ചെയ്ത് തന്നെയാണ്, അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എല്ലാ സെഷൻസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്പീക്കേഴ്സാണ്. നമ്മൾ 200ഓളം സ്പീക്കേഴ്സ് എന്ന് പറയുന്ന വളരെ ഇപ്പം നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന്റുകൾ കേരളത്തിൽ വളരെ 2-3 ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കൂടുതൽ ലിറ്ററേച്ചറിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇതെല്ലാത്തിനും ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നു, കൃഷി ഫോക്കസ് ചെയ്യുന്നു. ഇത് കുറച്ചും കൂടെ ക്യാൻവാസ് കുറച്ചും കൂടെ ലാർജ് ക്യാൻവാസ് ആണ്. ഈ പറഞ്ഞു കൾച്ചറൽ എന്റർടൈൻമെന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ബാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചില ബാൻഡുകളൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ. അതെ, നമ്മൾ 7 ദിവസവും ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 7 ദിവസം ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പൊ അർമാൻ മാലിക് പെർഫോം ചെയ്യുന്ന Day 1 ആദ്യമായിട്ട് അർമാൻ ഒരു കേരളത്തിലെ പരിപാടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ചായ മെറ്റ് ടോസ്റ്റ് ഉണ്ട്, അതുപോലെ മസാല കോഫി ഉണ്ട്, അതുപോലെ സൺബേൺ ഉണ്ട്, അകമുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ബാൻഡ്സ് എല്ലാം വൈകുന്നേരങ്ങളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഫുഡ് സ്ട്രീറ്റ് 3 മണി വരെയ്ക്ക്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്ന തൃശ്ശൂർ പൂരം മനസ്സിലേക്ക് വരും. സാമ്പിൾ വെടിക്കെട്ട് 2 ദിവസം മുമ്പ് നടക്കുന്നു, അതിനുശേഷം പിന്നെ മടത്തിൽ വരവ്, അത് കഴിഞ്ഞ് കുടമാറ്റം, അത് കഴിഞ്ഞ് പിന്നെ പല എന്താ പറയാ കൾച്ചറൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ. തൃശ്ശൂർ പൂരത്തിന് ഒരു ആംബിയൻസിൽ നമ്മൾ നല്ല കുറെ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്നു, നല്ല കുറെ ഡയലോഗ്സും കോൺവെർസേഷൻസും ഉണ്ടാവണം. അതാണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇതൊരു സംഭവം ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ് എവിടുന്നായിരുന്നു? അല്ല, ഫസ്റ്റ് തോട്ട് പ്രോസസ് ഞങ്ങളുടെ ഐഡിയോളജി തന്നെയാണ്. ഞങ്ങൾ ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു എൻട്രി, ഞങ്ങൾ ഇത്രയും സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്ത് ഞങ്ങളെ ക്യാമ്പസ് കൊണ്ടുവന്നു. കാരണം ഞാൻ എപ്പോഴും പറയും എഡ്യൂക്കേഷൻ ഷുഡ് ബി എൻ എക്സ്പീരിയൻസ് എന്ന് പറയും. കാരണം എഡ്യൂക്കേഷൻ പണ്ട് അറിവ് നേടാൻ ക്ലാസ്സിൽ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിവൈസുകളിലെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്ത് എക്സ്പോഷറാണ്, എന്ത് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സമ്മിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും ഇതിന്റെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഈ 100,000 ആൾക്കാരെ എത്തിക്കണം എന്നാണ് താങ്കളുടെ ആഗ്രഹം. അപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു എങ്ങനെയാ അതിലൊരു ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണുന്ന ആൾക്കാർ? 1,00,000 ഞങ്ങൾക്ക് 1,00,000 എനിക്ക് തോന്നുന്നു 1,00,000 ഒക്കെ കഴിഞ്ഞു പോകും. കാരണം നമുക്ക് ഇൻഫോ പാർക്ക് എക്കോസിസ്റ്റത്തിൽ തന്നെ 60,000 പേര് ഈ ഒരു നമ്മുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. അപ്പൊ നമുക്ക് 1,00,000 എന്ന് പറയുന്ന നമ്പർ ഞങ്ങൾ അങ്ങ് ആദ്യം വെച്ചെങ്കിൽ 1,00,000 കുറഞ്ഞു പോയി ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ആളുകൾ നല്ല റെസ്പോൺസ് ആണ്. പല സെഷൻസും ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് എപ്പോഴും ആൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിട്ടുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ നമുക്ക് റോബോട്ടിക് എക്സ്പോ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് ബിനാലയുണ്ട്. ടെസ്ലയുടെ കാര്യം പറയുന്നു. ടെസ്ല ആദ്യമായി ടെസ്ല എക്സ് ഒക്കെ ഒരു മോഡൽ കേരളത്തിൽ വരുന്നത്. 1000 റീല് കാണാം നല്ലതാ എന്തായാലും. പക്ഷെ അപ്പൊ ഈ ഓരോരുത്തർക്കും നിങ്ങളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇത് ഇന്നവർക്ക് ഇന്നതാകാം, അല്ലെങ്കിൽ നൃത്തത്തിന് ഇപ്പൊ ഞാനും രാജേശ്വരിമാരും കൂടി ഒരു കോൺവെർസേഷൻ, ഞാൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള പിക്കപ്പ് ചെയ്ത ചില കാര്യം, ഈവൻ ദ ഫിലിം കോൺവെർസേഷൻ ഐ എം ഹാവിംഗ് ദാറ്റ് ബ്രില്യൻ ടോപ്പിക് ഓൺ ബോഡി ഇമേജ്, സിനിമയെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതായിരിക്കും ഓഡിയൻസിന് ഇഷ്ടമാവുക, അതല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ പ്ലാനിങ്, അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ കൂടെ? നമ്മൾ ഒത്തിരി ഫെസ്റ്റിവൽസ് വാച്ച് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ആളുകളോട് സംസാരിച്ചു. അപ്പൊ ആരുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ എത്ര ഡിസ്കണക്റ്റഡ് ആണെന്നുള്ളത്. കാരണം നമ്മൾ കണ്ട കാര്യങ്ങളല്ല പുതിയ ജനറേഷന് വേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ എന്താ പറയുക ടാറ്റോ ക്ലബ്ബും അനീവി ക്ലബ്ബുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ കുറിച്ച് നമുക്ക് അറിയ പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആളുകളുമായിട്ട് സംസാരിച്ച് അവരുടെ ഇൻസൈറ്റ്സുകളൊക്കെ എടുത്താണ് ഇതെല്ലാം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ട ഒരു എലമെന്റ് ഇതിനകത്തുണ്ട്. അത് അത്ര കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. സിഎം വരുന്നുണ്ട്, സിഎം 27 ഗവർണർ ഇന്ന് രാവിലെ കണ്ടേ ഉള്ളൂ. ഗവർണർ കൺക്ലൂഡിംഗ് ഗവർണർ ആദ്യമായിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇവന്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ചോദിക്കട്ടെ, പേഴ്സണലി ഇപ്പൊ താങ്കൾ ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ അല്ലാതെ ഒരു സാധാരണ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നാൽ ഏത് ദിവസമായിരിക്കും? എല്ലാ ദിവസവും വരും. എന്നാലും അവനോട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനെ ഒരു ഡേറ്റ്, അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യത്തെ ദിവസം ഒരു എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും എന്നൊരു എക്സൈറ്റ്മെന്റ് ഓരോ ദിവസം ക്രിയേറ്റ് ചെയ്യുക. സംതിങ് ബെറ്റർ ഈസ് കമ്മിങ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഭാവി
അതെ. എനിക്കുള്ള ഒരു എത്തുനോട്ടമാണല്ലോ. ആ, അപ്പോ കേരളം എന്ന് പറയുന്നില്ല നമ്മൾ, കാരണം നമ്മുടെ ഒരു വിഷൻ, ഒരു യൂണിവേഴ്സിറ്റി വിഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മളൊരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിനി ഒരു 10 വർഷം 10-15 ഇയേഴ്സ് ഡൗൺ ദ ലൈനിൽ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ചേഞ്ച് മേക്കേഴ്സ് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് വരണം. അതായത് 2-3 മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ കുറെ MLA-മാർ, MP-മാര്, പൊളിറ്റീഷ്യൻസ് മാത്രമല്ല കേട്ടോ, പോളിസി മേക്കേഴ്സ്, ഓൺട്രപ്രനേഴ്സ്, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ്, ആർക്കിടെക്ട്, അല്ലെങ്കിൽ ഡാൻസേഴ്സ്, അങ്ങനെ നല്ല അലുമിനെ അല്ലെങ്കിൽ നല്ല ടാലൻസിന് ഇവിടെ റീറ്റെയിൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് അവർ അങ്ങനെ റീറ്റെയിൻ ചെയ്ത അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന വഴി അതിലേക്കുള്ള ഒരു എങ്ങനെയായിരിക്കും ഒരു പാത, പിന്നെ ഇതിന്റെ അടുത്ത ഗോൾ എന്തായിരിക്കും? അപ്പോൾ അടുത്ത് നമ്മളൊരു ആനുവൽ ഫെസ്റ്റിവൽ ആയിട്ട് നടത്തും. നല്ല ടോപ്പിക്സുകളൊക്കെ നമ്മൾ എടുത്ത് ക്യൂറേറ്റ് ചെയ്യും. ആളുകളിൽ നമ്മളൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കി കഴിയുമ്പോഴാണല്ലോ ഫെസ്റ്റിവലിന്റെ വിജയം എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഞങ്ങളുടെ കോൺഫിഡൻസ്. അപ്പം അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽ കംപ്ലീറ്റും ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. SDG ഗോളിനെ ബേസ് ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റി ലോകത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പല റെക്കോർഡ് എൻട്രിക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, ഗിന്നസ് ഉൾപ്പെടെയുള്ള റെക്കോർഡുകൾക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു മാറ്റം, ഇങ്ങനെ ഒരു മാറ്റം. നമ്മൾ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടെന്ന് ആളുകളെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നാണ് ഈ ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം. അപ്പോൾ 1 ലക്ഷം അല്ല, ഒരുപാട് ലക്ഷം ആൾക്കാർ ഈ ഒരു ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ഈ ഒരു തൃശ്ശൂർ പൂരം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ അത് ജനുവരിയിൽ, സാധാരണ മേടമാസമാണല്ലോ, ഇത് ജനുവരിയിൽ നടക്കാൻ പോകുന്നു. തൃശ്ശൂർ പൂരത്തിൽ എല്ലാവരും വരട്ടെ. പേഴ്സണലായിട്ടുള്ള ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നവർക്ക്, കാരണം വെച്ചെങ്കിൽ ഇതിൽ കൂടുതലായിട്ടും ഇൻഫർമേഷൻ നമുക്കിങ്ങനെ കയ്യിൽ വന്നാലും അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്, കാരണം ഒരുപാട് സെഷൻസ് വരുന്നുണ്ടല്ലോ. അല്ല, അത് പല സെഷൻസും പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏതാണ് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അവർക്ക് തന്നെ ഒരു ക്യൂറേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ക്യൂറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ട ടേസ്റ്റുകൾ അനുസരിച്ച് എനിക്ക് തന്നെ ഒരു ജേർണി ക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആപ്പ് അടുത്ത വർഷം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യും ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറയണം. അപ്പം ഇതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഞാൻ പറയുന്നത്, വി ആർ ഹിയർ ഫോർ ആൻ ഇമ്പാക്ട്. ആസ് എ യൂണിവേഴ്സിറ്റി വി വോണ്ട് ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ ദ സൊസൈറ്റി. അതാണ് ഇതിന്റെ 1 ലൈൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്ട് ഞങ്ങൾ ഈ ഫെസ്റ്റിവലിലൂടെ ഉണ്ടാക്കി. ഫെസ്റ്റിവൽ ഒരു ബിഗിനിങ് ആണ്, അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ ഈ ത്രൂ ഔട്ട് ഇയർ അത് നമ്മൾ ക്യാരി ചെയ്യും. പിന്നെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന കോണ്ടന്റുകൾ എന്ന് പറയുന്നത് അമേസിങ് കോണ്ടന്റ് വിൽ ബി ക്രിയേറ്റഡ്. അപ്പൊ നമ്മൾ ഓരോ സ്പീക്കേഴ്സും വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റുകളും സ്ട്രോങ് കോൺവെർസേഷൻസും അതുപോലെ തന്നെ വളരെ രസകരമായ സംവാദങ്ങളും ഒത്തിരി കോണ്ടന്റുകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. അത് ഇതെല്ലാം ആളുകളും സൊസൈറ്റിയും അടുത്ത ഒരു വർഷത്തേക്ക് കൺസ്യൂം ചെയ്യാനുള്ള മൊത്തം കോണ്ടന്റുകളും ഈ ഒരു ഫെസ്റ്റിവലിലൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇനിയൊന്നും വിളിച്ചാലൊന്നും സമയം ഉണ്ടാവില്ല, അത്രയ്ക്ക് 1000 കൈകൾ വേണ്ട സമയമാണ്. എനിക്കറിയാം, ഞങ്ങൾക്ക് അതിൽ കൂടുതൽ കൈകളുണ്ട്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ 1200 സ്റ്റുഡൻസ് ഉണ്ട്, 10-200 ഫാക്കൽറ്റി ഉണ്ട്. എന്നിരുന്നാലും ഞാൻ വിളിച്ചാൽ ഭയങ്കര ബിസി ആയിരിക്കും. അതിന് ഫെബ്രുവരി 1 വരുന്നതായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ ലുക്കിംഗ് ഫോർവേഡ് യുവർ സെഷൻ. താങ്ക് യു സോ മച്ച്.